നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുറഞ്ഞ വിലയിൽ അർബുദ മരുന്നുകളുമായി തിരൂർ ജില്ലാശുപത്രിയിൽ കൗണ്ടർ തുടങ്ങി. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ തിരൂർ ദേശീയ കായിക ദിനത്തിൽ ക്ലബ്ബുകൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ കാര്യാലയത്തിലേക്ക് ഇരച്ചുകയറി UDF ബഹുജന പ്രതിഷേധം. ആലത്തൂരിലെ ടൂൾമാക്സ് ആൻഡ് ടൂൾ പെയിന്റ്സിൽ വമ്പിച്ച ഓണം ഓഫർ. ശോഭയാത്രയിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റി. നിർമ്മാണ തൊഴിലാളികളുടെ 13 മാസത്തെ പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് BMS മാർച്ച് നടത്തി. വിശദമായ വാർത്തകൾ. വിലക്കുറവിൽ അർബുദ മരുന്നുകൾ കിട്ടുന്ന കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ക്യാൻസർ ഡ്രഗ് കൗണ്ടർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാശുപത്രിയിൽ പ്രാദേശികമായി നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ AP നസീമ ഡ്രഗ് കൗണ്ടർ രോഗികൾക്കായി തുറന്നുകൊടുത്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു. കൌൺസിലർ KK അബ്ദുൾ സലാം, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ്, കാരുണ്യ ഫാർമസി ഇൻചാർജ് M പ്രീതി, നഴ്സിംഗ് സൂപ്രണ്ട് P ശൈല, KM SCL മലപ്പുറം മാനേജർ ശരത് ലാൽ എന്നിവർ പ്രസംഗിച്ചു. നിലവിൽ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന എല്ലാ കാരുണ്യ ഫാർമസികളിലുമായി 250ഓളം ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകൾ ലഭ്യമാണ്. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് 2024 ഓഗസ്റ്റ് 29 ശിഹാബ് തങ്ങൾ ആശുപത്രി ഓർത്തോ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യഘട്ടമെന്നോണം ക്ലബ്ബുകൾക്കും സംഘടനകൾക്കും മെഡിക്കൽ കിറ്റ് വിതരണം ചെയ്തു. തിരൂരിലെ പ്രമുഖ ക്ലബ്ബുകളായ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ, മോർണിംഗ് സ്റ്റാർ ആംസ്ട്രോങ് ക്ലബ്ബ്, ടീം വാക്കേഴ്സ്, AFPB ക്ലബ്ബ് എന്നീ ക്ലബ്ബുകൾക്കാണ് മെഡിക്കൽ കിറ്റുകൾ നൽകിയത്. കൈനിക്കര ഷാഫി ഹാജി, അൻവർ കള്ളിയത്ത്, PK സലാം, KK റസാഖ് ഹാജി, ഷബീബ്, KM നൌഫൽ, MM ഷിഹാബ്, ബഷീർ പാലക്കവളപ്പിൽ, മുനീർ മണ്ണിങ്ങൽ, മുജീബ് റഹ്മാൻ, ഇൻസ്ട്രക്ടർ ഈസ മാസ്റ്റർ, പ്രേമൻ, വാഹിദ്, കൌൺസിലർ ഹാരിസ് VP, ഹാരിസ് അന്നാര, ട്രെയിനർ വേണുഗോപാൽ, ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് മുസമ്മിൽ, മാനേജർ KP ഫസലുദ്ദീൻ, പർച്ചേസ് മാനേജർ TA അബ്ദുൾ വഹാബ്, PROമാരായ ഷംസുദ്ദീൻ, K ഫാരിഷ്, അൽ റാഷിദ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് സുഹൈൽ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. പൊന്നാനി നഗരസഭയുടെ ഭരണപരാജയം തുറന്നുകാട്ടി പൊന്നാനി നഗരസഭാ കാര്യാലയത്തിലേക്ക് UDF ബഹുജന മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ഗേറ്റ് പൊളിച്ച് പ്രവർത്തകർ നഗരസഭാ കാര്യാലയത്തിലേക്ക് ഇരിച്ചുകയറിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. റോഡുകൾ തോടുകളായി പൊതുജനം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ അധികാരികൾ കാണിക്കുന്ന അവഗണനയിലും മാലിന്യ സംസ്കരണം പരാജയപ്പെട്ട ഭരണസമിതിയാണ് നഗരം ഭരിക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ റബ്ബർ സ്റ്റാമ്പായി പിൻസീറ്റ് ഭരണമാണ് നടക്കുന്നതെന്നും തട്ടിക്കൂട്ട് വാർഡാണ് നഗരസഭയ്ക്ക് ലഭിക്കേണ്ടതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി.
നിസാർ അധ്യക്ഷത വഹിച്ചു. PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. വെട്ടം ആലിക്കോയ മുഖ്യപ്രഭാഷണം നടത്തി. കുഞ്ഞി മുഹമ്മദ് കടവനാട്, V സെയ്ദ് മുഹമ്മദ് തങ്ങൾ, അഡ്വക്കേറ്റ് KP അബ്ദുൾ ജബ്ബാർ, അഡ്വക്കേറ്റ് K ശിവരാമൻ, K ജയപ്രകാശ്, നബീൽ നൈതല്ലൂർ, C ഗംഗാധരൻ, N ഫസലുർ റഹ്മാൻ, TK അഷ്റഫ്, A പവിത്രകുമാർ, P BV, പുന്നക്കൽ സുരേഷ്, രാമനാഥൻ, C അബ്ദുള്ള ഇല്യാസ് മൂസ, കൗൺസിലർമാരായ റാഷിദ് നാലകത്ത്, ഇസ്മായിൽ, മിനി ജയപ്രകാശ്, ശ്രീകല, ബൽക്കീസ് ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് പൊന്നാനി. ആലത്തിയൂരിലെ ടൂൾമാക്സ് ആൻഡ് ടൂൾ പെയിന്റ്സിൽ വമ്പിച്ച ഓണം ഓഫർ. എല്ലാവിധ മെഷീനുകളും വമ്പിച്ച വിലക്കുറവിലും 6 മാസത്തെ വാറന്റിയോടും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാം. ഓണത്തോടനുബന്ധിച്ച് നൽകുന്ന ഓഫറിൽ എല്ലാവിധ മെഷീനുകളും വമ്പിച്ച വിലക്കുറവിലും 6 മാസത്തെ വാറന്റിയോടും തവണ വ്യവസ്ഥയിൽ ആലത്തിയൂരിലെ ടൂൾമാക്സ് ആൻഡ് ടൂൾ പെയിന്റ്സിൽ നിന്ന് സ്വന്തമാക്കാം. ഗ്രൈൻഡർ മെഷീനുകൾ 899 രൂപയ്ക്കും മാർബിൾ കട്ടറുകൾ 1350 രൂപയ്ക്കും സ്വന്തമാക്കാം. കാർ വാഷറുകൾ 3599 രൂപ മുതലും 5 kg മെഷീനുകൾ 3199 രൂപ മുതലും ഡ്രില്ലിംഗ് മെഷീനുകൾ 899 രൂപ മുതലും ലഭ്യമാവും. ഏഷ്യൻ പെയിന്റ്സ്, JSW പെയിന്റ്സ് എന്നിവയും ഓണം ഓഫറിൽ ലഭ്യമാവും. ബിസിനസ് ഡെസ്ക് വെട്ടം. താനൂർ ഒഴൂർ പുൽപ്പറമ്പിൽ നിന്നും ആരംഭിച്ച ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിലേക്ക് ഹാജിപ്പടിയിൽ വെച്ച് ഇരുചക്ര വാഹനം കയറ്റുകയും സംഘാടകരിൽ ചിലരെ ഭീഷണിപ്പെടുത്തി മുഖത്തടിച്ച് സ്ത്രീകളും പിഞ്ചുകുട്ടികളും അടക്കമുള്ള ശോഭയാത്ര അലങ്കോലപ്പെടുത്തിയ പ്രതികൾക്കെതിരെ ബോധപൂർവം സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കണമെന്ന് BJP ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സൈഡിൽ കൂടെ പോവാതെ ഒരൽപ്പനേരം സൈഡിൽ നിർത്തി സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും വോളണ്ടിയറുടെ മുഖത്തടിച്ച് പ്രകോപനം സൃഷ്ടിച്ച ഭാഗം വീഡിയോയിൽ നിന്നും നീക്കം ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ കലാപത്തിനാഹ്വാനം ചെയ്തവരുടെ പേരിൽ പോലീസ് കേസെടുക്കണം. ശോഭയാത്രയിൽ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ വിവിധ ജാതി മതസ്ഥർ പങ്കെടുക്കുകയും ഗതാഗതം നിയന്ത്രിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടും അതിക്രമം ചെയ്തവർ ഏത് വിഭാഗക്കാരാണെന്ന് പോലും അറിയാതെ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചവരുടെ പേരിലും കേസെടുത്ത പോലീസ് നടപടി അപലപനീയമാണ്. നാനാജാതി മതസ്ഥർ അതുവഴി കടന്നു പോവുകയും ശോഭയാത്രയുടെ വീഡിയോ, ഫോട്ടോ മുതലായവ എടുക്കുകയും ശോഭയാത്രയുടെ സംഘാടകർക്ക് സംഭാവന നൽകുകയും ചെയ്തുകൊണ്ട് സഹകരിക്കുന്ന ഒരു പ്രദേശത്ത് അവിവേകികളായ ചെറുപ്പക്കാർ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയും ഒരു സമൂഹ മനഃശാസ്ത്രം എന്ന നിലയിൽ അതിനോടനുബന്ധിച്ചുണ്ടായ പ്രതികരണത്തെ വളരെ വലിയ ക്രിമിനൽ കുറ്റമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയുമാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. ഓട്ടോറിക്ഷയും കാറുമടക്കം സൈഡാക്കി നിർത്തി സഹകരിക്കുകയും ഈ ചെറുപ്പക്കാർ അതിനകത്തേക്ക് തള്ളി വണ്ടി കയറ്റിയപ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സൈഡാക്കിയ ഒരു സ്ത്രീ അവനെ അതിൽ നിന്ന് വിലക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ അതിന് സഹകരിക്കാതെ പ്രവർത്തകരുടെ മുഖത്തടിച്ച് അസഭ്യം പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും വെല്ലുവിളിച്ച ഇവർക്കെതിരെ ഒരു കേസും ഇതുവരെ എടുത്തിട്ടില്ല. കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചവർക്കെതിരെയും പോലീസ് കേസെടുക്കണം.
സംഘർഷം ഒഴിവാക്കാൻ ഓടിയെത്തി ആ പ്രശ്നം ഒഴിവാക്കാൻ ശ്രമിച്ചവരെ വീഡിയോയിൽ നിന്ന് കണ്ട് മുതിർന്ന ആ പ്രശ്നം ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ച മുതിർന്ന ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. സാംസ്കാരിക സംഘടനകൾ, മതസംഘടനകൾ ഒക്കെ തന്നെ ശോഭയാത്രകളും പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നബിദിനാഘോഷങ്ങളും ഒക്കെ നടത്താറുണ്ട്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് താമസം നേരിട്ടാൽ പോലും ആരും അതിനകത്തേക്ക് കയറി ചെന്ന് പ്രകോപനം ഉണ്ടാക്കാറില്ല. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ സംരക്ഷിക്കുകയും വളരെ വലിയ പ്രയത്നത്തിൻ്റെ ഫലമായി ഒരു ശോഭയാത്ര സംഘടിപ്പിക്കുകയും ചെയ്തവരെ അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ ഒരു കേസും എടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തുടക്കം മുതലുള്ള കാരണക്കാരനായവരുടെ ഭാഗം എഡിറ്റ് ചെയ്തുകൊണ്ട്, കട്ട് ചെയ്ത് ഒഴിവാക്കി എഡിറ്റ് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്ക് എതിരെ സമൂഹ മാധ്യമങ്ങളെ ദുരുപയോഗപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ സ്പർദ്ധയുണ്ടാക്കുകയും അക്രമകാരികളാണ് എന്ന് വരുത്തുകയും ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ല പോലെയുള്ളൊരു സ്ഥലത്ത് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദമായി കഴിയുന്ന പ്രദേശത്ത് ആ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. വിവിധ മതസ്ഥർ വാഹനങ്ങളുമായി റോഡിലൂടെ കടന്നു പോകുമ്പോൾ വാഹനം നിർത്തി ശോഭയാത്ര കണ്ടും വീഡിയോയും ഫോട്ടോയും എടുത്ത് ആസ്വദിച്ച് പരിപാടിയുടെ വിജയത്തിന് സംഭാവന തന്നും സഹകരിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി ശോഭയാത്ര നടന്നിട്ടും ഇതുപോലൊരു സംഭവം ഒഴൂരിൽ നടന്നിട്ടില്ല. വാട്സപ്പ് ഹർത്താൽ നടത്തി താനൂരിലും പരിസര പ്രദേശങ്ങളിലും ആക്രമണവും കവർച്ചയും നടത്തി സമൂഹമാധ്യമത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച ശക്തികളാണ് ഈ സംഭവത്തെ പെരുപ്പിച്ചു കാണിച്ച് കലാപത്തിന് ആഹ്വാനം നൽകുന്നത്. സംഘർഷമൊഴിവാക്കാൻ ഓടിയെത്തിയവരെ അടക്കം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടും പോലീസ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സംഘാടകരെ നിരന്തരം വേട്ടയാടുകയാണ്. യാഥാർത്ഥ്യമറിഞ്ഞിട്ടും സംഘാടകർക്കെതിരെ കേസെടുക്കുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്യുകയും പ്രശ്നമൊഴിവാക്കാൻ ശ്രമിച്ചവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുകയാണെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തരം നടപടികൾ തുടർന്നാൽ നീതിക്കു വേണ്ടി പ്രത്യക്ഷ സമരം ചെയ്യേണ്ടി വരുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ BJP സംസ്ഥാന സമിതി അംഗം K. നാരായണൻ മാസ്റ്റർ, K. ഹരിദാസൻ BJP ജില്ലാ കമ്മിറ്റി അംഗം, ദിലീപ് ഒഴൂർ, TK സുബ്രഹ്മണ്യൻ BJP പൊന്മുണ്ടം മണ്ഡലം വൈസ് പ്രസിഡന്റ് പങ്കെടുത്തു. വെട്ടൻ ന്യൂസ്, മലപ്പുറം. നിർമ്മാണ തൊഴിലാളികളുടെ 13 മാസത്തെ പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് BMS മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. BMS മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി ദേവു ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV ദിനേശൻ അധ്യക്ഷത വഹിച്ചു. O. ഗോപാലൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി L. സതീഷ്, ഭാരവാഹികളായ NV രാജേഷ്, സ്മിത ബാലൻ, ഷീബ KP, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് കള്ളിയത്ത് സത്താർ ഹാജി എന്നിവർ പ്രസംഗിച്ചു. CK സുബ്രഹ്മണ്യൻ നന്ദി പറഞ്ഞു. പ്രകടനത്തിന് നാരായണൻ ആധവനാട്, ചന്ദ്രൻ നന്നമുക്ക്, ഷബ്ന എടപ്പാൾ, സുകുമാരൻ വളവന്നൂർ, ബാലൻ വട്ടത്താണി, കൃഷ്ണകുമാർ പുല്ലൂരാൽ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.